त्रिलोक शिवानी 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 ആരോ രണ്ടുപേര് പറഞ്ഞിരുന്നു അവൻ എന്റെ മുഖത്ത് പോലും നോക്കില്ലെന്ന്. എന്നാ അവനാണെങ്കി വാ തുറന്നു പിടിച്ച് സ്റ്റേജിന്റെ അടുത്തേക്ക് തന്നെ വരുന്നു. ഫണ്ണി ഫെലോ ഐ സേ. എന്റെ ശിവാനി എന്നെ വിട്ടിട്ട് ഇവിടെ വന്ന് നാടകം കളിക്കുന്നോ? എടി മുത്തുമണിയേ, എന്താടി തങ്കമണി? അവന്റെ ഇങ്ങോട്ട് വന്നിരിക്കുന്നടി. I know. എന്നെ കണ്ട് വാക്കുകളൊന്നും വരുന്നില്ലല്ലേ? ശ്വാസം കൂടുന്നുണ്ടല്ലേ? നിന്റെ ഹൃദയമെടുപ്പ് നിനക്ക് തന്നെ കേൾക്കാൻ തുടങ്ങിയല്ലേ? Am I right? Hello man. Crazy fan. എന്റെ നാടകം കണ്ട് തന്നെ ഇങ്ങനെ പെരുമാറുന്നു. ഇനി എന്നെ അടുത്ത് കണ്ടാ പിന്നെ എന്താകോ എന്തോ. എന്ത് വേണം? ഓ ഓട്ടോഗ്രാഫ് വേണം അല്ലേ? 1 minute. മണി സിസ്റ്റേഴ്സ്, എടി പൊട്ടമണികളെ, give me book and pen. ഷൈലു വിത്ത് സ്റ്റൈലും. ഇതാ, ഇത് ഫ്രെയിം ഇട്ട് വീട്ടില് വെക്ക്. ഞാൻ അയ്യോ, ശ്വാസം എടുക്ക്. ഹാർട്ട് ബീറ്റ് എങ്ങാനും നിന്നു പോയല്ലോ. റിലാക്സ്. ചേച്ചി ചേച്ചി, അടുത്ത സീനായി. ഇവൻ ഇവിടെ എന്താ ചെയ്യുന്നേ? എന്നെ കൊണ്ട് കാല് പിടിപ്പിച്ചല്ലേ? കാണിച്ചു തരാൻ നിന്നെ. എടാ, നിനക്കിവിടെ എന്താടാ കാര്യം? പോടാ, പുറത്തു പോടാ. പോടാ, പറഞ്ഞിട്ടില്ലേ ഇത് ലേഡീസ് റൂമാണ്. ചേച്ചി റെഡിയാവോ ചേച്ചി? പോടാ, ഡേർട്ടി ഫാൻസ്. ഓ, ഇപ്പൊ മനസ്സിലായി. സെൽഫി വേണോ അല്ലേ? എടുത്തെടുത്തോ, വേഗം കൊടുത്തോ. നിന്നോട് എനിക്ക് അല്ല, ഇനി നിനക്ക് എന്താ വേണ്ടത്? ആ, എന്റെ കൂടെ നിനക്ക് ഡാൻസ് കളിക്കണോ? നോ 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 നോ, അത് നടക്കില്ല. അതിനൊക്കെ ഒരു റേഞ്ച് വേണം മോനെ. വെറുതെ ഒരു ഫാനായാ മാത്രം പോരാ. അല്ല, അത് എന്റെ ശൈലു റെഡിയായ മോളെ, അനൗൺസ് ചെയ്തു, വേഗമാ. വരൂ അമ്മവാ. അതെ, നോക്ക്, ഇപ്പോ സമയമില്ല.
നാടകം കഴിഞ്ഞ് നമുക്ക് കുറേ നേരം സംസാരിക്കാം. ഓക്കെ? ഇപ്പൊ ഇവിടെ നിൽക്കാതെ പോവാൻ നോക്ക്. ഹലോ, ഇപ്പോഴെങ്കിലും മനസ്സിലായി കാണുമല്ലോ എന്റെ റേഞ്ച് എന്താണെന്ന്. വെറുതെ അങ്ങ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാ. ഈ ശിവാനി ഇവിടേക്ക് വന്നത് എന്തിനാ? അവൾക്ക് എന്തുകൊണ്ട് എന്നെ മനസ്സിലാവാത്തെ? തൃശൂൽ. ഹലോ തൃശൂൽ മോനെ, നീ എവിടെയാ? എന്തൊക്കെയാടേ സംഭവിക്കുന്നേ? നീ ഒരു കോള് ചെയ്യുന്നുമില്ല, ഞങ്ങളെ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. എവിടെയാടാ മോനെ? എന്തെടുക്കുവാടാ നീ? എന്തായാലും ഞാനിപ്പോ വിളിച്ചല്ലോ അമ്മേ. എനിക്ക് അമ്മയോട് ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. ശിവാനി. അയ്യോ മോനെ, നീ ഇപ്പോഴും അത് ആലോചിച്ചോണ്ടിരിക്കുകയാണോ? നീ ഇങ്ങനെ വിഷമിച്ച് നടന്നാൽ നിന്റെ ആരോഗ്യം മോശമാവും. അത് കാണുമ്പോ ഞങ്ങൾക്ക് വിഷമാവില്ലേ മോനെ? അമ്മ, ഞാൻ പറയുന്നു നമ്മ കേൾക്ക്. ഞാൻ ശിവാനിയെ കണ്ടു. എന്താ നീ പറയുന്നേ? അതെ അമ്മേ, ഞാൻ ശിവാനിയെ കണ്ടു. നിനക്ക് ഇപ്പോഴും ശിവാനിയെ നഷ്ടപ്പെട്ട വിഷമം മാറിയിട്ടില്ല. അതുകൊണ്ട് നീ മാറി നിൽക്കണ്ട മോനെ. നീ ഞങ്ങളുടെ അടുത്തേക്ക് വാ. അമ്മ, ഞാൻ എന്റെ കൺമുമ്പിൽ കണ്ടത് അത് വെറും തോന്നലല്ല അമ്മേ. ഞാൻ ശരിക്ക് കണ്ടതാ. അല്ല മാം, ഈ ശിവാനി എന്റെ കൂടെ നിൽക്കാതെ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്തിനാ? നീ ഈ പറയുന്നതൊക്കെ കേട്ടിട്ട് എനിക്കാകെ പേടിയാവുന്നു. നീ എവിടെയാണെന്നൊന്ന് പറഞ്ഞാ മതി, ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ ഇത്രയും പറഞ്ഞിട്ടും അമ്മയ്ക്ക് വിശ്വാസം വരുന്നില്ലല്ലേ? ആയിക്കോട്ടെ, ഞാൻ കാണിച്ചു തരാം. ഞാൻ കാണിച്ചെന്നാ പോരെ? ഞാൻ വീഡിയോ കോൾ വരാം. ശരി. ത്രിലോക്, നീ സംസാരിക്ക് ത്രിലോക്. നിന്നെ വിട്ട് ഒറ്റയ്ക്ക് ജീവിക്കാനാവില്ല ത്രിലോക്. നീ ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല മോളെ. ത്രിലോക്, കണ്ണു തുറന്ന് നോക്ക് ത്രിലോക്. എടി തങ്കമണി, മുത്തുമണി, നീയൊക്കെ എവിടെ പോയി കിടക്കുക? ബ്രഷ്, പേസ്റ്റ്, എന്തോ ഞാൻ എഴുതുന്ന നാടകമായതുകൊണ്ടാണോ, ഈ നമ്മുടെ ശൈലുവിന്റെ ഭംഗി കൊണ്ടാണോ, ഇനി നമ്മുടെ നാട്ടുകാരുടെ മനസ്സുകൊണ്ടാണോ, പോയി കളിച്ചിടത്തെല്ലാം നാടകത്തിന് ഗംഭീര അഭിപ്രായം. നാട്ടിലെ എല്ലാ ഉത്സവത്തിനും നാടകം ബുക്ക് ചെയ്യുകയാണെങ്കിൽ ജനറേറ്ററും ലൈറ്റും സൗണ്ടും എല്ലാം സ്വന്തമായിട്ട് വാങ്ങാമായിരുന്നു.
ഇത് തന്നെ മതിയായി. എനിക്ക് വയ്യ. ആദ്യമൊക്കെ മാസത്തില് ഒരിക്കൽ പോലും ലീവ് കിട്ടില്ലായിരുന്നു. ഇപ്പോഴാണെങ്കി ആഴ്ചയില് 2 നാടകം കിട്ടുന്ന തന്നെ കാര്യം. അമ്മായി എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നേ? നമ്മള് സ്റ്റേജ് കെട്ടി നാടകം കളിക്കുന്നവരല്ലേ, പക്ഷെ മറ്റുള്ളവര് സ്റ്റേജ് ഇല്ലാതെ കളിക്കുന്നവരല്ലേ. അപ്പൊ അവരെക്കാളൊക്കെ വലിയവര് നമ്മളല്ലേ. ഇപ്പോഴെന്താ നമ്മുടെ എല്ലാ ഷോവും ഹൗസ്ഫുൾ അല്ലേ? നോക്കുമോളെ, ഹൗസ്ഫുൾ ആയിട്ട് നാടകം നടത്തി കഴിഞ്ഞാ നാടക കമ്മിറ്റിക്കാരുടെ മുഖത്തുണ്ടാവുന്ന ഒരു ചിരി കാണണം. ദേ നിങ്ങളുടെ അമ്മാവന്റെ മുഖത്തോട്ടൊന്ന് നോക്കിയാ എങ്ങനെ ഇരിക്കുന്നെന്ന്. അല്ല, ടിക്കറ്റിന്റെ വില കൂട്ടാൻ പറഞ്ഞാൽ അതും കേക്കില്ലെങ്കേരും. എടി, ഈ പൈസക്ക് ടിക്കറ്റ് എടുത്ത് ആൾക്കാർ നാടകം കാണാൻ വരുന്നത് തന്നെ വലിയ കാര്യ. ശമ്പളം ഒഴികെ മറ്റെല്ലാം കൂടുതലായിരിക്കുന്ന ഈ സമയത്ത് ഈ റേറ്റിന് ടിക്കറ്റ് എടുത്ത് നാടകം കാണുന്നവരോട് നന്ദി പറഞ്ഞേ പറ്റൂ. ഓ, സാറപ്പം ഇവിടെ വന്നങ്ങ് സെറ്റിലായല്ലേ? മോസ്റ്റ്ലി സെൽഫിക്ക് വേണ്ടി ആയിരിക്കും. ഈ മൊബൈൽ വന്നേ പിന്നെ ആകെ മൊത്തത്തിൽ ശല്യമാന്നേ. അതൊക്കെ നമ്മുടെ കാലത്ത്. ചേച്ചി 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 ചേച്ചി, എന്താടാ ഈ കൊച്ചു എളുപ്പാങ്കാലത്ത്? ചേച്ചി, നിന്റെ ആക്ടിങ് കൊണ്ട് ഒരുത്തം ഫ്ലാറ്റ് ആയി പുറത്ത് കിടപ്പുണ്ട്. എന്റെ ആക്ടിങ് കണ്ട് എല്ലാവരും ഫ്ലാറ്റ് ആവുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഇപ്പൊ നീ ആരെ പറ്റിയാ പറഞ്ഞത്? അതില്ലേ, ചേച്ചി പറഞ്ഞിട്ട് ഞാൻ വിളിച്ചോണ്ട് വന്നില്ലേ, അവൻ. അവനാണോ? അവൻ എന്നെ കണ്ടപ്പോ തൊട്ട് ഫുൾ ഫ്ലാറ്റാ. അതുകൊണ്ടായിരിക്കും ഫ്ലൈറ്റ് പിടിച്ചു വന്ന് നമ്മുടെ വീടിന് മുമ്പിൽ ഫ്ലാറ്റ് ആയി കിടക്കുന്നത്. ആ ക്രേസി ഫെല്ലോ ഐ സേ. എനിക്കുള്ള കോഫി അടുക്കളയിൽ പോയി എടുക്ക്. അല്ല, ബ്രഷ് ചെയ്തിട്ട് വരാൻ പറഞ്ഞ. ഓർമ്മിപ്പിച്ചത് നന്നായി. കുടിച്ചു കഴിഞ്ഞോ? എന്നാ ഗ്ലാസ് കാടി. ഓഹോ, ഈ ഷൈലോന്റെ സ്റ്റൈല്, ബ്യൂട്ടി, അതിന്റെ റേഞ്ച് കണ്ട് ഫുൾ ഫ്ലാറ്റ് ആയി പോയല്ലേ? അല്ല ഗുരു, ഇന്നലെ അത്രയും തവണ വിളിച്ചിട്ടും വരില്ലെന്ന് വാശി കാണിച്ചിട്ട് ഇപ്പൊ നാടകം കണ്ടിട്ട് വീടിന്റെ അടുത്ത് വരെ തേടി വന്നോ? ക്രേസി ഫെല്ലോ. ഹലോ, എക്സ്ക്യൂസ് മീ, ജെന്റിൽമാൻ. ഗുരു, എണീക്ക്. ഹായ്, എന്താണ് എന്റെ നാടകം കണ്ടിട്ട് ഫുൾ ഫ്ലാറ്റ് ആയിട്ട് വീട് തേടി വന്നതാണല്ലേ? നോക്ക്, അങ്ങനെയൊന്നും വരാൻ പാടില്ലാത്തതാ. നാട്ടുകാരും കണ്ട എന്താ വിചാരിക്കും? ചെല്ലുപോലെ. കൊച്ചമ്മേ, മധുമതി, എന്തു പറ്റി? കൊച്ചമ്മ ഒന്ന് വേഗം വരൂ. മധുമതി, എന്താ മോളെ, എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നേ? എന്തു പറ്റി? കൊച്ചമ്മേ, എന്തു പറ്റി മധു? കൊച്ചമ്മേ, എന്താ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യമാണ്? ആരുടെ കാര്യമാണ്? തൃശൂലിന്റെ കാര്യോ? അവൻ ഇന്നലെ എന്നെ ഫോൺ ചെയ്തിരുന്നു. എന്ത്? അവൻ നിന്റെ ഫോണിലേക്ക് വിളിച്ചെന്നോ? എന്നിട്ട് എന്താ പറഞ്ഞേ? പ്രത്യേകിച്ചൊന്നുമില്ല.
അസ്ഥി ഒഴുക്കാനാണ് അവൻ പോയതെന്നൊക്കെ പറഞ്ഞു. അത്രേ ഉള്ളൂ. അവൻ എവിടെയെന്ന് പറഞ്ഞു? അതിനെപ്പറ്റിയൊന്നും പറഞ്ഞില്ല. അവൻ പറഞ്ഞില്ലെങ്കിലും നിനക്കത് ചോദിക്കായിരുന്നല്ലോ. ഇവിടെയുള്ളവരെ ആരെയും വിളിക്കാതെ അവൻ നിന്നെ മാത്രം വിളിച്ചെങ്കിൽ അവന് നിന്നോട് മാത്രമാണ് സ്നേഹം അധികം എന്നർത്ഥം. അങ്ങനെയുള്ളപ്പോ അവൻ എവിടെയുണ്ട്, എന്ത് ചെയ്യുന്നു എന്നറിയേണ്ടതെല്ലാം നിന്റെ ജോലിയാണ്. അതെല്ലാം ചോദിച്ചറിയാമെന്ന് കരുതിയപ്പോഴത്തേക്കും കോള് കട്ടായി. ഞാൻ പിന്നെ കുറെ പ്രാവശ്യം അവനെ തിരിച്ചു വിളിച്ചതാണ്, പക്ഷെ കിട്ടുന്നില്ലായിരുന്നു. വേറെ എന്തെങ്കിലും പറഞ്ഞോ ഇങ്ങോട്ട് വരുന്ന കാര്യത്തെപ്പറ്റി? അതിനെപ്പറ്റിയൊന്നും അവൻ പറഞ്ഞില്ല. പക്ഷേ അവൻ ആകെ തകർന്നിരിക്കുവാണെന്ന് എനിക്ക് മനസ്സിലായി. അവന്റെ ശബ്ദത്തിൽ അതുണ്ടായിരുന്നു. അതെങ്ങനെ മനസ്സിലായി? അവനാകെ വിചിത്രമായിട്ടാ സംസാരിച്ചത്. അതെല്ലാം നിങ്ങളോട് പറഞ്ഞാ നിങ്ങൾക്കൊക്കെ അത് വിഷമാവൂന്ന് എനിക്കറിയാം. ഇത്രയൊക്കെ പറഞ്ഞതല്ലേ, ഇനി അതുകൂടി പറഞ്ഞാലെന്താ? അത് അവൻ ശിവാനി ആ നാട്ടിൽ വെച്ച് കണ്ടു എന്നാ പറയുന്നത്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എന്നിട്ട് എവിടെ, എങ്ങനെ, എപ്പോൾ കണ്ടു എന്ന് അവൻ നിങ്ങളോട് പറഞ്ഞത്? ഞാൻ ചോദിച്ചായിരുന്നു. അവൻ എന്തൊക്കെയോ ആണ് പറഞ്ഞത്. അവൻ എന്താ നിന്നോട് പറഞ്ഞേ? ശിവാനിയെ കണ്ണുകൊണ്ട് കണ്ടു, അവൾ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. വീഡിയോ കോൾ ചെയ്ത അവളെ എനിക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് നീ ആ ഫോണിലൂടെ അവളെ കണ്ടായിരുന്നോ? ഇല്ല, അവിടെ ഒരുപാട് പേര് നടക്കുന്നുണ്ടായിരുന്നു. പിന്നീട് കോള് കട്ടായി പോയി. ഞാൻ തിരിച്ചു കുറെ വിളിച്ചു, പക്ഷെ അവൻ ഫോൺ എടുത്തില്ല. എനിക്ക് തോന്നുന്നത് അവൻ ശിവാനിയുടെ ചിന്തയിൽ ഇങ്ങനെ നടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഓരോന്നും കാണുന്നതെന്ന്. പക്ഷേ അവന്റെ ശബ്ദം കേട്ടിട്ട് അവിടെ ശിവാനി ശരിക്കും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോ ആ നാഗറാണി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നാണ്? എത്ര ധൈര്യമുണ്ട് നിനക്ക്? അതും ഈ ശൈലുവിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കാൻ. ഒറ്റൊരെണ്ണം തന്നല്ലേ നിന്റെ പല്ലെല്ലാം താഴെ കിടക്കും. ആക്ട്രസ് എന്ന് വെച്ച നീ എന്താ കരുതി വെച്ചിരിക്കുന്നെ? നാടകം കാണാൻ വന്നവൻ നാടകവും എന്റെ അഭിനയമൊക്കെ കണ്ടിട്ട് അതിലങ്ങ് സന്തോഷിച്ചിട്ട് വീട്ടിൽ പോകാൻ നോക്കണം. അതല്ലാതെ എന്റെ വീട്ടിൽ വന്ന് എന്നെ തന്നെ കെട്ടിപ്പിടിക്കുന്നോ? നിന്നെ ഞാൻ കയ്യിലൊന്നും കിട്ടുന്നില്ലല്ലോ. എവിടെ ഒന്നും കിട്ടുന്നില്ലല്ലോ. മര്യാദയ്ക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടോ. വേഗം സ്ഥലം കാലിയൊക്കെ ഇറങ്ങിപ്പോടാ. ശിവാനി. ഏയ്, ഏത് ശിവാനി? ഏതവളാടാ ശിവാനി? പ്ലീസ് ശിവാനി, നമുക്ക് വീട്ടിലേക്ക് പോകാം. എന്നെ തന്നെ ഈ ശൈലിനെ തന്നെ വീട്ടിലേക്ക് വിളിക്കുന്നു. ഏയ്, ആരാടാ ശിവാനി? ഞാൻ ഇതുവരെ ചെയ്ത ഒരു നാടകത്തിലും ശിവാനി എന്നൊരു കഥാപാത്രം ഇല്ലല്ലോ. ശിവാനി, നിനക്കത് എന്തായി പറ്റിയേ? എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ എന്നെ വിട്ടിട്ട് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാ? അല്ല ശിവാനി, ഞാൻ വന്ന് നിന്റെ മുന്നിൽ നിന്നിട്ടും ഞാൻ ആരാണെന്ന് അറിയാത്ത പോലെയാണല്ലോ നീ പെരുമാറുന്നത്. അതെന്താ? എടാ, അല്ല നിനക്ക് വല്ല തലയ്ക്ക് കുഴപ്പമുള്ളതാണോ? ഇങ്ങനെ ഒരുത്തനെ ഞാൻ ആദ്യമായിട്ട് കാണുക. വട്ടോടോ നിനക്ക്? അതെ ശിവാനി, ഞാൻ ലൂസാ. ഞാൻ ശരിക്കും ലൂസാ. പക്ഷെ നിന്റെ സ്റ്റേജിലുള്ള നാടകം കണ്ട് ലൂസായതല്ല. ഇവിടത്തെ നിന്റെ ഈ നാടകം കളി കണ്ടിട്ട് ഞാൻ ശരിക്കും ലൂസ് ആവുന്നുണ്ട്. നാടകമൊന്നും വേണ്ട. വാ ശിവാനി, നമുക്ക് വീട്ടിലേക്ക് പോവാം. അവിടെ ഫാനാണെന്ന് കരുതി മര്യാദയ്ക്ക് വിട്ടപ്പോ തലേ കയറിയിരുന്ന് ഭരതനാട്യം കളിക്കുന്നു. വിടാൻ വേണ്ടിയല്ല കൈപിടിച്ചത്. ലൈഫ് ലോങ് കൂടെ ഉണ്ടാവാൻ വേണ്ടിയാ കൈപിടിച്ചത്.